കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് സിസ്റ്റർ അനിത നടത്തുന്ന സമരം ഇന്ന് 5ാം ദിവസമാവുകയാണ്. ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്ന കാര്യം പറഞ്ഞാണ് സിസ്റ്റർ അനിതയെ ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ മാർച്ച് 1-നാണ് ഹൈക്കോടതി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അവരെ നിയമിക്കണമെന്ന ഉത്തരവിട്ടത്. ഏപ്രിൽ 1-ന് വരുന്ന വിരമിച്ച പോസ്റ്റുകളിലേക്ക് നിയമനം നടത്തണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഏപ്രിൽ 1-ാം തീയതി അവർ വന്നിട്ടും കാര്യമുണ്ടായില്ല. പിന്നീട് തുടർച്ചയായി എല്ലാ ദിവസവും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും അവർ വന്നിരിക്കുകയാണ്. ഇന്ന് അവർക്കൊപ്പം ICU പീഡന കേസിലെ അതിജീവിതയുമുണ്ട്. നഴ്സ് നമുക്കൊപ്പം ചേരുന്നു. ഇപ്പം ഇന്ന് 5ാം ദിവസമാണ്, ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല സർക്കാർ അപ്പീൽ പോകുമെന്നുള്ളൊരു സംശയം കൂടി കേൾക്കുന്നുണ്ട്. സർക്കാർ അപ്പീൽ പോവുകയാണെങ്കിൽ തിരിച്ച് ഞാനും നിയമസഹായം തേടും. ഇപ്പം ഹൈക്കോടതിയിൽ കോടതി ലക്ഷ്യത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണോ തുടർ നടപടി അതിനനുസരിച്ച് ഞാൻ കോടതിയിൽ തന്നെ പോയി നീതി എനിക്ക് ലഭ്യമാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിപ്പം അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാക്കുന്ന തരത്തിലേക്കല്ലേ ഇത്തരം നടപടികൾ പോകുന്നത്? അതെ, അതിജീവിതകൾക്കൊപ്പം നിൽക്കുന്നതും അതേപോലെ ഞങ്ങളെപ്പോലെയുള്ള സീനിയർ നഴ്സിംഗ് ഓഫീസറും നഴ്സിംഗ് ഓഫീസർമാർക്കും ഒക്കെ ഒരു അവർ തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതൊന്നും കണ്ടാൽ ഒന്നും റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങൾ ഇതൊക്കെ തുടർന്നു കൊണ്ടേയിരിക്കും, ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ കണ്ണടച്ചോളം എന്നാണ് അവർ തരുന്ന സന്ദേശം. സിസ്റ്റർ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരും സർക്കാരും പറയുന്നത്? ഞാൻ നേഴ്സിംഗ് സ്റ്റേഷന് അടുത്തുള്ള റൂം കൊടുത്തില്ലാന്ന്. ഈ വാർഡ് 20 നിങ്ങൾക്ക് ആർക്ക് പോയി നോക്കിയാലും നേഴ്സിംഗ് സ്റ്റേഷന്റെ മുന്നിൽ ഒരു റൂമില്ല. അവിടെ ഉണ്ടായിരുന്ന S4-ന്റെ ഒരു സൈഡ് റൂമിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് യൂണിറ്റ് ചീഫ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇവരെ കിടത്തിയിരുന്നത്. അതിന് അപ്പുറം ഒരു റൂമില്ല. പിന്നെ സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തേണ്ടത് ഈ അധികൃതരാണ്. പീഡിക്കപ്പെട്ട യുവതീനെയാണ് കിടത്തിയത്, അല്ലാതെ സാധാരണ ഒരു രോഗീനെയല്ല കിടത്തിയത്. അപ്പോൾ ഇവരെല്ലാം മെഡിക്കൽ ബോർഡ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും ഒരു മെഡിക്കൽ ബോർഡ് കൂടി തീരുമാനിച്ചിട്ട് എന്നെയും അതിൽ ഉൾപ്പെടുത്തണം. എന്നിട്ട് ഇവരെ ഒരു സുരക്ഷിതമായ ഒന്നെങ്കിൽ പേവാർഡോ അലൂമിനി വാർഡോ അങ്ങനത്തെ എത്രയോ റൂമുകൾ അവിടെ ഉണ്ട്, അവിടെ ഒരു സുരക്ഷ ഒരുക്കി കൊടുക്കണമായിരുന്നു. ഞാൻ ഈ 18-19 ദിവസങ്ങളിൽ ലീവാണ്. 20-ാം തീയതി വരുമ്പോൾ ഈ അതിജീവിത പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. കൃത്യമായി റിപ്പോർട്ട് ചെയ്തു എന്നതിനാണ് ഇപ്പോൾ ഈ ഒരു ഞാൻ റിപ്പോർട്ട് ചെയ്തു. അവർക്ക് ആദ്യത്തെ ദിവസം എൻ്റെ ഒരു ഇതിൽ തന്നെ സർജന്റിനെ വിളിച്ച് ഞാൻ ഒരു സെക്യൂരിറ്റിനെ ഏർപ്പെടുത്തിയതാണ്. 2ാമത്തെ ദിവസം സെക്യൂരിറ്റി ഇല്ലാത്തപ്പോൾ ഞാൻ ചീഫ് നഴ്സിംഗ് ഓഫീസറെ കണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മീഡിയാസ് അറിഞ്ഞാൽ അത് പ്രശ്നമാകും, അതുകൊണ്ട് സെക്യൂരിറ്റി വേണ്ടാന്ന്. സർജന്റിനോട് ചോദിച്ചപ്പോഴും സെക്യൂരിറ്റിനെ തരാൻ തയ്യാറായില്ല. ഈ ചൊവ്വാഴ്ചയും ഇവരെ സ്വാധീനിക്കാനായിട്ട് ആൾക്കാർ ഭീഷണിപ്പെടുത്താനും ജീവനക്കാർ വരുന്നു എന്ന് ഇവർ പരാതിപ്പെട്ടതനുസരിച്ച് ഞാൻ ആ പരാതി കംപ്ലൈൻ്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ ഹസ്ബൻഡ് തന്നെ നേരിട്ട് അഡീഷണൽ സൂപ്രണ്ടിനെ കാണുകയും സുനിൽ സാർ നേരിട്ട് വാർഡിൽ വന്ന് എന്നോട് പറയും ഇവരുടെ പരാതിയും വാങ്ങണം, അതിനോടൊപ്പം സിസ്റ്ററും ഒരു പരാതി എഴുതണം. ആ 2 പരാതിയും ചീഫ് നഴ്സിംഗ് ഓഫീസർ മുഖേനയാണ് ഞാൻ സൂപ്രണ്ടിന് കൊടുത്തിരുന്നത്. പക്ഷേ ഈ DMEയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഈ ചീഫ് നഴ്സിംഗ് ഓഫീസർ പറയുന്നത് ഇതൊന്നും മാഡത്തിന് കൊടുക്കാതെ ഞാൻ നേരിട്ടാണ് കൊടുത്തിരുന്നത്. അത് വെറും കളവാണ്. എല്ലാ റിപ്പോർട്ടും അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എല്ലാ റിപ്പോർട്ടും ഞാൻ ചീഫ് നഴ്സിംഗ് ഓഫീസർ മുഖേനയാണ് കൊടുത്തിരുന്നത്. ഈ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഈ കളവ് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഈ ട്രാൻസ്ഫർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ തന്നെയാണ് വാങ്ങി തന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിജീവിതയും സിസ്റ്റർ അനിതയ്ക്കൊപ്പം സമരത്തിലാണ്. അതിജീവിതയും സിസ്റ്റർക്കൊപ്പം സമരം ചെയ്യുകയാണ്. അതെ, തീർച്ചയായും അവർക്ക് നീതി കിട്ടുന്നവരല്ല, അവരെ ഈ ജോലിയിൽ തിരിച്ചെടുക്കുന്നത് വരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും. അവരെന്നെ സഹായിച്ചു എന്നുള്ള ഒരു കാര്യമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരാൾക്കും അങ്ങനെ ഒരു സഹായിക്കാതിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവാൻ ഇതൊരു കാര്യമാണ്. ഇപ്പോൾ അവർ പലതവണ ചിന്തിക്കല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും സിസ്റ്ററിന്റെ കൂടെ പോരാടാൻ ഞാനുണ്ടാകും. ദിവസം സമരം ചെയ്യുന്നു, അത്ര ദിവസം നിൽക്കാൻ. അതെ, അത്രയും ദിവസം നിൽക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും തരണം ചെയ്തിട്ടാണ് നമുക്ക് സഹായത്തിനായിട്ട് നിന്നത്. അപ്പം അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ, സഹായിച്ചവരെ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്തെങ്കിലും നിയമസഹായത്തിനോ മറ്റോ കൂടെ ഉണ്ടാവും? അവർക്ക് എന്ത് നിയമസഹായം വേണമെങ്കിലും അതിന്റെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ സർക്കാരും ഇതിന് ഒപ്പം നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവരാരും ഇതുവരെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല, അതുപോലെ അവരൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. അപ്പം അവര് അത്തരത്തിൽ എന്നോട് ഏതായാലും അനീതി കാണിച്ചു. അതുപോലെ തന്നെ ഒരു നഴ്സിനോട്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് അവരോട് ഒരു അനീതി കാണിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ.
അതാണ് തനിക്കൊപ്പം നിന്നു എന്നതിന്റെ കാരണവശാൽ മാത്രം ഒരു നഴ്സിനെ, അതായത് പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയായ തനിക്കൊപ്പം നിന്നു എന്നതുകൊണ്ട് മാത്രം ഒരാളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് അതിജീവിതയും പറയുന്നത്. എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകുമെന്നും അതിജീവിത പറയുന്നു.